Welcome to MrUnbox and Travel. This is Samsung Galaxy S23 Ultra. ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ഒരു Samsung Galaxy S23 Ultrയുടെയും S23യുടെയും S23 Plusന്റെയും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഈ ഒരു മൂന്ന് സ്മാർട്ട് ഫോണിന്റെയും റിവ്യൂസുമായിട്ട് നമ്മൾ വരുമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു Samsung Galaxy S23 Ultrയുടേതാണ്. പക്ഷേ 2-2.5 ദിവസം മാത്രമാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് S22 Ultra യൂസ് ചെയ്യുന്ന ആളുകൾക്ക് S23 Ultrയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഡൗട്ട് പലരും എനിക്ക് മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു Samsung Galaxy S23 Ultrയുടെ റിവ്യൂയിലേക്ക് കടക്കാം. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ S22 Ultrയുടെ സിമിലർ ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ള ആകെ ഒരു രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിമിലുള്ള ഒരു വ്യത്യാസമാണ്. S22 Ultrയിൽ ഒരു ഇത്തിരി കേർവ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇതൊരു ബോക്സി ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ പിറകിൽ ഒരു റിങ് കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2യുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർമർ അലൂമിനിയം ആണ് ഇതിൻ്റെ ബോഡി ഫ്രെയിമായിട്ട് വരുന്നത്. 8.9 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 233 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ ആ ഒരു കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ആ ഒരു പ്രീമിയം ഫീലോട് കൂടിയുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ബിൽഡിലും അതുപോലെ തന്നെ ഡിസൈനിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റുള്ള ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിലും നിലനിർത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Quad HD+, അതായത് 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 500 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1750 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അപ്പോൾ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കും. എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2യുടെ പ്രൊട്ടക്ഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാനിപ്പോൾ 2 ദിവസം യൂസ് ചെയ്തതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കാണാനാവുമെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ടൊരു സ്ക്രാച്ച് എൻ്റെ ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കഴിയുന്നതും സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കമ്പനി പറയുന്നത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എന്നാണെങ്കിലും നമ്മളാണ് പൈസ കൊടുത്ത് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ, അതായത് ഇത്രയും പൈസ കൊടുത്ത് നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയ സ്ഥിതിക്ക് കുറച്ചുകൂടി പൈസ ആഡ് ചെയ്തിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് കൂടി ഒട്ടിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് LTPO സെക്കൻഡ് ജനറേഷൻ ഡിസ്പ്ലേ ആണ്. 1 Hz മുതൽ 120 Hz എന്ന് പറയുന്ന അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എത്തരത്തിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഈ ഒരു ഡിസ്പ്ലേ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രദാനം ചെയ്യും. ഇതോടൊപ്പം തന്നെ HDR10+ ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയിൽ സപ്പോർട്ടാണ്. എനിവേ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർബായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എസ്പെഷ്യലി നമ്മൾ 4K വീഡിയോസൊക്കെ ഇതിൽ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒരു സൂപ്പർബ് എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ നൽകുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഈ ഒരു Samsung Galaxy S23 Ultrയിൽ കാണാൻ സാധിച്ചത്. Qualcommന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Gen 2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ. 4 nm ആണ് ചിപ്സ് സൈസ് വരുന്നത്. 5G പ്രൊസസ്സറാണ്. ഒക്ടാ കോറിൽ 3.36 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. സാംസങ് കമ്പനി പറയുന്നത് ഈ ഒരു പ്രൊസസ്സർ സാംസങ്ങിന് വേണ്ടി മേക്ക് ചെയ്ത പ്രൊസസ്സർ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സെയിം 8 Gen 2 മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ക്ലോക്ക് സ്പീഡ് വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഒരു 2 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ടും സ്മൂത്ത് ആയിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ലാർജ് സൈസ് ആയിട്ടുള്ള ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. Adreno 740 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. അതുകൊണ്ട് തന്നെ വളരെ
സൂപ്പർബ് ആയിട്ടുള്ള ഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസും എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് 3 മെമ്മറി വേരിയന്റ് ആണ് ഇന്ത്യയും ഖത്തർ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യത്തും അവൈലബിൾ ആകുന്നത്. 12GB റാം വേരിയന്റ്, അതിൽ തന്നെ 12GB റാമിൽ 256GB, 512GB, 1TB. ഇത് കൂടാതെ 8GB പ്ലസ് 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിലും ചില രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.0 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നതാണ്. റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് എക്സ്ട്രാ റാം എന്നുള്ള രീതിയിൽ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും അപ് ടു 8GB വരെ നമുക്ക് ഇതിൽ റാം എക്സ്പാൻഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S22 അൾട്ര മുതൽ അറിയാം നമുക്ക് ഇത് നോട്ട് സീരീസിന് ബദലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫോണാണ് S22 അൾട്രയും ഈ ഒരു S23 അൾട്രയും. അതുകൊണ്ട് തന്നെ ഈ ഒരു S Pen ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എത്തരത്തിലാണ് നമുക്ക് നോട്ട് സീരീസ് ഇതിനു മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്, അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു S23 അൾട്രയിലും യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ വൈഫൈയുടെ 6E ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI വേർഷൻ വരുന്നത് 5.1 ആണ്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. അതായത് ആൻഡ്രോയിഡ് 17 വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ആവുമെന്നും അതേപോലെ തന്നെ 5 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ ഈ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സപ്പോർട്ട് തന്നെയാണ് സോഫ്റ്റ്വെയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ. മാത്രമല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പെർഫോമൻസ് ആണ് നമുക്ക് സാംസങ് സ്മാർട്ട് ഫോണുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്രയിലുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അൾട്രാസോണിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെൻസർ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ഇതിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന കാണാം. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. S22 അൾട്രയിലുള്ള അതേ സെയിം 5000 mAh ബാറ്ററി തന്നെയാണ് ഈ ഒരു S23 അൾട്രയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ തന്നെ 45 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. 15 വാട്ടാണ് ഇതിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് സ്പീഡ്. അതേപോലെ തന്നെ 4.5 വാട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിം 5000 mAh ബാറ്ററി ആണെങ്കിൽ കൂടിയും ഇത്തവണ എനിക്ക് ഈ ഒരു 2-2.5 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന ആ ഒരു പ്രൊസസ്സറിൻ്റെ ആ ഒരു ഗുണം തന്നെയാണ്. അതായത് ബാറ്ററി കൺസംഷൻ താരതമ്യേന കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടി കുറവാണ് ഇത്തവണത്തെ ഈ ഒരു പ്രൊസസ്സറിൽ എന്ന് കാണാൻ സാധിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ആ ഒരു വേരിയേഷൻ എനിക്ക് കഴിഞ്ഞ വർഷത്തെ S22 അൾട്രയേക്കാൾ S23 അൾട്രയിൽ കൂടുതലായിട്ട് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്രയിലുള്ളതെന്ന് പറയാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ലൗഡി ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഇത്തിരി ബേസോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർബ് ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചത്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ 1 മണിക്കൂറോളം ഗെയിം കളിച്ചപ്പോൾ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള ഹീറ്റിങ്ങും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല കൂളായിട്ട് തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, അതായത് ഈ Adreno 740 എന്ന് പറയുന്ന ഈ ഒരു GPUം അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആ ഒരു പ്രൊസസ്സറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർബ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ക്വാളിറ്റി അതുപോലെ തന്നെ ലാഗോ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും അതിന് സപ്പോർട്ടായിട്ട്. ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രോ ലെവൽ ഗെയിമർ ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഗെയിമർ ആണെങ്കിൽ അതുമല്ലെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല. അത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോർഷനെ കുറിച്ചാണ്.
ആണ് ക്യാമറ. 4 ക്യാമറയാണ് S23 അൾട്രയിൽ പിറകിൽ വന്നിരിക്കുന്നത്. 200 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് വിത്ത് 1.7 അപ്പാച്ചറോട് കൂടിയിട്ടുള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ലേസർ ഓട്ടോ ഫോക്കസും സപ്പോർട്ടാണ്. രണ്ടാമത്തെ ലെൻസ് വരുന്നത് 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. മൂന്നാമത്തതും നാലാമത്തെ ലെൻസ് വരുന്നത് ടെലിഫോട്ടോ ലെൻസ് ആണ്. അതായത് 10 മെഗാ പിക്സലിന്റെ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ലെൻസ്. നാലാമത്തെ ലെൻസ് വരുന്നത് 10 മെഗാ പിക്സലിന്റെ വിത്ത് 10x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ലെൻസ്. ഈ രണ്ട് ടെലിഫോട്ടോയിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. എനിവേ ഈ ഒരു 4 ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു ഫോട്ടോസിൻ്റെ ക്വാളിറ്റി വൈസും ആ ഒരു ഷാർപ്നെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർവായിട്ടുള്ള ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ആ ഒരു സാംസങ്ങിൻ്റെ ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ്. അതായത് ഇത്തിരി ചില സമയത്ത് സാച്ചുറേറ്റഡും അതുപോലെ തന്നെ ചില സമയത്ത് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കളർ ബൂസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളതെന്ന് പറയാം. എനിവേ ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ഈ ഒരു 4 ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും സൂപ്പർവായിട്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് നൽകുന്ന കാണാൻ സാധിക്കും. HDR ഫോട്ടോസും വളരെ മികച്ച രീതിയിൽ തന്നെ HDR ഫോട്ടോസ് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും വളരെ മികച്ചതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്രോ പെർഫോമൻസ്. മാക്രോ ഫോട്ടോസും അതിൽ തന്നെ നമ്മൾ ടെലിഫോട്ടോ ലെൻസൊക്കെ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് വിത്ത് ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. പിന്നീട് പറയാനുള്ളത് നൈറ്റ് പെർഫോമൻസ്. നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓവറോൾ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ സൂപ്പർബ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി നൽകുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്ര. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നോട് പറയാൻ മിസ് ചെയ്തു പോയി. അതായത് 200 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസിനെ കുറിച്ച് ഞാൻ ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നോർമൽ മോഡിൽ അതായത് നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പിക്സൽ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലാണ്. അത് നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് 50 മെഗാ പിക്സലും 200 മെഗാ പിക്സൽ എന്ന് പറയുന്ന 2 ഹൈ പിക്സലിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. പാസ് ഒരു നോർമൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്കിപ്പോൾ അറിയാം ഒരു 200 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിൻ്റെ അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ട് പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൻസറിനും അതുപോലെ തന്നെ ക്യാമറക്കൊക്കെ ഒരു പരിധിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി 50 മെഗാ പിക്സൽ വേഴ്സസ് 200 മെഗാ പിക്സൽ ഫോട്ടോസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു ഡീറ്റെയിൽ ചേഞ്ചസ് നമുക്ക് ഫോട്ടോസിലൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്രയുടെ. S23 അൾട്രയിൽ എടുക്കുന്ന 8K വീഡിയോ ആണ്. 30 FPS ആണ് വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 24 FPS ആയിരുന്നു മാക്സിമം വന്നിരുന്നെങ്കിൽ ഇത് 30 FPS വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 8K വീഡിയോ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. S23 അൾട്രയിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ വീഡിയോയുടെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവൻ HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും സൂപ്പർബായിട്ട് തന്നെ HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. കളേഴ്സ് ഇത്തിരി ആ ഒരു സാംസങ്ങിൻ്റെ ആ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം S22 അൾട്രയിൽ വന്നിരുന്നത് 40 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ ഇത്തവണ S23 അൾട്രയിൽ അത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് 12 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത്. പക്ഷേ ഫോട്ടോസൊക്കെ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് തന്നെയാണ്. നമുക്ക് ആ ഒരു വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഈ ഒരു 2 ഫോട്ടോസിലൊന്നും നമുക്ക് തിരിയാൻ സാധിക്കില്ല. കാരണം ആ ഒരു S22 അൾട്രയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ S23 അൾട്രയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തന്നെ പറയാം. നല്ല ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസ് ആണ്. എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഫോട്ടോസ് എടുത്താലും നമ്മളെ ഫേസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡേലൈറ്റ് പെർഫോമൻസ് സൂപ്പർബാണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റു കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസാണ്. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു പിറകിലെ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ആ ഒരു ഡിഫറൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മിക്ക ഫോട്ടോസിൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റ് കണ്ടീഷനിലാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് റിയർ ക്യാമറ ആണെങ്കിലും ഈ ഒരു സെൽഫി ക്യാമറ ആണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സെൽഫിയിലും റിയർ ക്യാമറയിലും എനിക്ക് കാണാൻ സാധിച്ചത്. ഗാലക്സി S23 അൾട്രയിൽ എടുക്കുന്ന സെൽഫി വീഡിയോ ഫുട്ടേജ് ആണത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മോർണിംഗിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ HDR പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂപ്പർബായിട്ടുള്ള HDR പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പം നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള ഷേക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സൂപ്പർ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷനും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. S23 അൾട്രയുടെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിലവിൽ പ്രീ ഓർഡർ പീരീഡ് ആണ് S23 സീരീസിൻ്റെ. അതായത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 17 വരെയാണ് ഖത്തറിലെ പ്രീ ഓർഡർ സമയം. ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗാലക്സി ബഡ്സ് 2 Pro നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും നിങ്ങളുടെ വാറണ്ടി പീരീഡിൽ നിങ്ങൾക്ക് സാംസങ് കെയർ പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുകയും ഇതുകൂടാതെ തന്നെ സ്പോട്ടിഫൈ അതുപോലെ തന്നെ യൂട്യൂബ് പ്രീമിയം തുടങ്ങിയിട്ടുള്ള ചില ആപ്ലിക്കേഷൻ്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് നിശ്ചിത സമയത്തേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണെങ്കിൽ വാച്ച് 4 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടെ ലഭിക്കുക. എനിവേ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB പ്ലസ് 256GBക്ക് 4999 ഖത്തർ റിയാലും, 12GB പ്ലസ് 512GBക്ക് വരുന്നത് 5499 ഖത്തർ റിയാലും, 12GB പ്ലസ് 1TBക്ക് വരുന്നത് 6499 ഖത്തർ റിയാലാണ് വരുന്നത്. എനിവേ ഇതിൻ്റെ ഏകദേശം ഒരു ഇന്ത്യയുടെ പ്രൈസും കാര്യമാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൂടി കൊടുക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. കാരണം ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും സൂപ്പർബായിട്ടുള്ള പെർഫോമൻസ് ആണ്. നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് S22 അൾട്ര യൂസ് ചെയ്യുന്ന ആൾക്ക് S23 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് ആ ഒരു ഡിസൈനിലോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് നമുക്ക് ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഇത് തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീടുള്ളത് ആ ഒരു പ്രൊസസ്സർ ചേഞ്ച് ഉണ്ട്, കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ശകലം ബാറ്ററി ലൈഫ് കൂടി കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നത്. അതല്ല നിങ്ങൾ S21 അൾട്ര അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള മോഡൽ അല്ലെങ്കിൽ S22 അൾട്രയിലും താഴെയുള്ള മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു S23 അൾട്ര. എസ്പെഷ്യലി എനിക്കിതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ പെർഫോമൻസും അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സറൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു നെഗറ്റീവോ കാര്യമോ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാംസങ് ലവറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതായത് ഓവറോൾ ഇത് സൂപ്പർബായിട്ടുള്ള ഫോണാണ്. ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോൺ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇപ്പം നിലവിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആൻഡ്രോയിഡ് ഫോൺ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്ര. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി S23 അൾട്രയുടെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു 2-2.5 ദിവസം യൂസ് ചെയ്തൊരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം, എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സാംസങ് ഗാലക്സി S23 പ്ലസ്, സാംസങ് ഗാലക്സി S23 ഇനി ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ റിവ്യൂ ബാക്കിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണോ അടുത്തതായിട്ട് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ളത് ആ ഒരു ഫോണിൻ്റെ മോഡൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.